ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് +1 സോഷ്യോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, സമൂഹശാസ്ത്രവും സമൂഹവും എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെയും അവസാനത്തെയും പാർട്ട് വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്, ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഇനി നിങ്ങൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കേണ്ടത് സമൂഹശാസ്ത്ര നിർമ്മിതിയിൽ ദൈക്ഷണിക ആശയങ്ങൾക്കും, അതായത് ഇൻ്റലക്റ്റഡ് ഐഡിയാസും, പിന്നെ ഭൗതിക പ്രശ്നങ്ങൾക്കും, മെറ്റീരിയൽ ഇഷ്യൂസിനുമുള്ള പങ്കാണ് പഠിക്കേണ്ടത്. എന്താണ് സമൂഹശാസ്ത്ര നിർമ്മിതിയിൽ ദൈക്ഷണിക ആശയങ്ങൾക്കും ഭൗതിക പ്രശ്നങ്ങൾക്കുമുള്ള പങ്ക്? ഇത് എക്സാമിന് 6 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 4 മാർക്കിന് ഒന്നെങ്കിൽ ദൈക്ഷണിക ആശയം ചോദിക്കാം. ഇക്കഴിഞ്ഞ എക്സാമിന് 2 മാർക്കിന് നമ്മുടെ ഭൗതിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനായിരുന്നു ചോദിച്ചത്. അപ്പം 19-ാം നൂറ്റാണ്ടോടെ പശ്ചിമ യൂറോപ്പിലാണ് നമ്മുടെ സോഷ്യോളജി ഉത്ഭവിച്ചത്. നമ്മൾ പറഞ്ഞു, നമ്മുടെ അഗസ്ത് കോംതെ സോഷ്യോളജിയുടെ പിതാവായി കണക്കാക്കുന്നത്. അദ്ദേഹത്തെയാണ് സോഷ്യോളജിയുടെ ഫാദർ ഓഫ് സോഷ്യോളജി ആയിട്ട് അഗസ്ത് കോംതെയാണ് കണക്കാക്കുന്നത്. ഈ അഗസ്ത് കോംതെ നമ്മുടെ സോഷ്യോളജിയെ ആദ്യം സോഷ്യൽ ഫിസിക്സ് എന്നാണ് വിളിച്ചത്. അതായത് സാമൂഹിക ഭൗതിക ശാസ്ത്രം എന്നാണ് അഗസ്ത് കോംതെ നമ്മുടെ സോഷ്യോളജിയെ ആദ്യം വിളിച്ചത്, സോഷ്യൽ ഫിസിക്സ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം സോഷ്യോളജി എന്ന് വിളിച്ചത്. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വൺ വേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അഗസ്ത് കോംതെ സോഷ്യോളജി ആദ്യം ഏത് പേരിലായിരുന്നു വിളിച്ചിരുന്നത്? ഏതാണ്? സോഷ്യൽ ഫിസിക്സ് അല്ലെങ്കിൽ സാമൂഹിക ഭൗതിക ശാസ്ത്രം എന്നാണ് വിളിച്ചിരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ദൈക്ഷണിക ആശയങ്ങളും ഭൗതിക പ്രശ്നങ്ങളുമെന്ന്. അപ്പം സമൂഹശാസ്ത്ര നിർമ്മിതിയിൽ നിരവധി ദൈക്ഷണിക ആശയങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഈ പോയിൻ്റായിട്ട് നിങ്ങൾ കാണുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പരിണാമ സിദ്ധാന്തങ്ങൾ, എവല്യൂഷൻ തിയറീസ്. പരിണാമ സിദ്ധാന്തങ്ങൾ എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ ചാൾസ് ഡാർവിനെ പറ്റിയാണ്. ചാൾസ് ഡാർവിൻ സിദ്ധാന്തം നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രശസ്തമാണ്. അപ്പം അതാണ് ഫസ്റ്റ് പോയിന്റ്, പരിണാമ സിദ്ധാന്തങ്ങൾ. സെക്കൻഡ് പോയിന്റ്, ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ. 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. അത് വൺ വേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് നമുക്ക്. അടുത്ത പോയിന്റ്, സാമൂഹിക സർവേകൾ, സോഷ്യൽ സർവേസ്. സർവേ പറ്റി നമ്മൾ നമ്മുടെ 5ാമത്തെ പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ 5ാമത്തെ പാഠത്തിൽ നമുക്ക് സർവേ പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അടുത്തതാണ് പാശ്ചാത്യ ചിന്തകന്മാരുടെ ആശയങ്ങൾ. പാശ്ചാത്യ ചിന്തകന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ അഗസ്ത് കോംതെ, കാൾ മാർക്സ്, എമിൽ ദുർക്കെയിം എന്നിങ്ങനെ അറിയപ്പെടുന്ന പാശ്ചാത്യ ചിന്തകരുടെ ആശയങ്ങളാണ് കേട്ടോ. അടുത്തത് ജ്ഞാനോദയം, എൻലൈറ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യോളജിയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ പ്രധാന ദൈക്ഷണിക ആശയങ്ങൾ. ഏതൊക്കെയാണ്? പരിണാമ സിദ്ധാന്തങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം, സാമൂഹിക സർവേകൾ, പാശ്ചാത്യ ചിന്തകരുടെ ആശയങ്ങൾ, ജ്ഞാനോദയം. അപ്പോൾ ഇത് നിങ്ങൾ പോയിന്റ് പഠിച്ച് വെക്കുക. ഇനി ഇവിടെ നമ്മൾ സോഷ്യൽ ഡാർവിനിസത്തെ പറ്റി പറയുന്നുണ്ട്. സോഷ്യൽ ഡാർവിനിസം, ഈ സോഷ്യൽ ഡാർവിനിസം കൊണ്ടുവന്നത് ആരാണെന്ന് എക്സാമിന് 1 വേർഡായിട്ട് ചോദിക്കും. അല്ലെങ്കിൽ സോഷ്യൽ ഡാർവിനിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കും. ആരാണ്? ഹെർബർട്ട് സ്പെൻസർ ആണ് നമ്മുടെ സോഷ്യൽ ഡാർവിനിസത്തിൻ്റെ ഉപജ്ഞാതാവ്. ഹെർബർട്ട് സ്പെൻസർ ആണ് സോഷ്യൽ ഡാർവിനിസം കൊണ്ടുവന്നത്. സോഷ്യൽ ഡാർവിനിസം ഹെർബർട്ട് സ്പെൻസർ ആണ് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതും നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമ്മുടെ സോഷ്യോളജിയുടെ നിർമ്മിതിയെ സഹായിച്ച ഭൗതിക പ്രശ്നങ്ങൾ, ദ മെറ്റീരിയൽ ഇഷ്യൂസ് ദാറ്റ് വെൻറ്റ് ഇൻ ടു ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജി. ഏതൊക്കെയാണ് സോഷ്യോളജിയുടെ നിർമ്മിതി സഹായിച്ച ഭൗതിക പ്രശ്നങ്ങൾ? പ്രധാനമായും 2 എണ്ണമാണ്. ഇക്കഴിഞ്ഞ എക്സാമിന് അവ രണ്ടും ഏതാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, വ്യാവസായിക വിപ്ലവം. വ്യാവസായിക വിപ്ലവം എവിടെയാണ് ആരംഭിച്ചത്? അത് ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സമൂഹശാസ്ത്രത്തിൻ്റെ നിർമ്മിതി സഹായിച്ച ആദ്യത്തെ ഭൗതിക പ്രശ്നമാണെന്ത്? വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, മുതലാളിത്തം. വ്യവസായ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനം തന്നെ മുതലാളിത്തമാണ്. മുതലാളിത്തത്തിൻ്റെ പ്രധാന ഘടകം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? ലാഭമാണ് മുതലാളിത്തത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് സോഷ്യോളജിയുടെ നിർമ്മിതിയെ സഹായിച്ച ഭൗതിക പ്രശ്നങ്ങൾ? ഏതൊക്കെയാണ്? വ്യവസായിക വിപ്ലവം, മുതലാളിത്തവും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വലിയ കാര്യമൊന്നും ഇല്ല. കുറേ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് നോക്കുമ്പോൾ കുറേ പോയിൻറ്റ്സ് കാണും. അതുകൊണ്ട് നിങ്ങൾ ഒരു നോട്ട് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. അങ്ങനെ നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്തത് ഇവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ്? കാൾ മാർക്സിനെ പോലുള്ളവർ ഒരു പീഡനശാലയായാണ് ഫാക്ടറിയെ കണ്ടത്. ഫാക്ടറികൾ മയപ്പെടുത്തിയ കാരാഗൃഹങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എക്സാമിന് ചോദിക്കുന്നതാണ്.
ഫാക്ടറികളെ പീഡനശാലകളായി വീക്ഷിച്ചത് അല്ലെങ്കിൽ കണ്ടത് ആരാണെന്ന് ചോദിക്കും. ആരാണ് ഫാക്ടറികളെ പീഡനശാലയായി കണ്ടത്? കാൾ മാക്സ് ആണ് കണ്ടത്. കാൾ മാക്സിനെ പറ്റിയൊക്കെ നമ്മൾ 9ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കാൾ മാക്സ്, എമിൽ ദുർഗെ, മാക്സ് വെബർ അവരൊക്കെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ ഫാക്ടറി പീഡനശാലയായി കണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? കാൾ മാക്സ് ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇത്. 3 മാർക്കിനോ 4 മാർക്കിനോ ആണ് ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഈ പാഠത്തിലെ. സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തിയും അതിന് മറ്റ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായുള്ള ബന്ധവും. ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു അതർ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യോളജിയുടെ വ്യാപ്തി ചർച്ച ചെയ്യുക എക്സാമിന് ചോദിക്കും. എന്തൊക്കെയാണ് സോഷ്യോളജിയുടെ വ്യാപ്തി? നമ്മുടെ സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി വളരെ വിപുലമാണ്. അതായത് ആ വ്യാപ്തി വളരെ നിറഞ്ഞു നിൽക്കുന്നു, ഈ സമൂഹത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ പറയാം. വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മുടെ സോഷ്യോളജി പഠിക്കുന്നു. അതായത് വ്യക്തികൾ എന്ന് പറയുമ്പം ഒരു കച്ചവടക്കാരനും അതേപോലെ സാധനം വാങ്ങാൻ എത്തുന്ന ആളും പിന്നെ ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ള അങ്ങനെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മുടെ സോഷ്യോളജി പഠിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ദേശീയ പ്രശ്നങ്ങളെ പറ്റി നമ്മുടെ സോഷ്യോളജി പഠിക്കുന്നുണ്ട്. ദേശീയ പ്രശ്നങ്ങളെ പറ്റി നമ്മുടെ സോഷ്യോളജി പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പഠിക്കുന്നത്? ആഗോള പ്രക്രിയ. ദേശീയ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? തൊഴിലില്ലായ്മ, പിന്നെ എന്തൊക്കെയാണ് ദേശീയ പ്രശ്നം? ജാതി സംഘർഷം, വർഗവ്യത്യാസം, അങ്ങനെയൊക്കെയുള്ള കുറേ ഇതൊക്കെ ഇല്ല. അതൊക്കെയാണ് നമ്മുടെ ദേശീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദേശീയ പ്രശ്നങ്ങളെ സോഷ്യോളജി പഠിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ആഗോള പ്രക്രിയകളെ വിശകലനം ചെയ്യുന്നു. അതൊക്കെയാണ് എഴുതേണ്ടത്. പിന്നെ സമൂഹശാസ്ത്രം വിമോചന സ്വഭാവമുള്ള ഒരു വിജ്ഞാന ശാഖയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ സോഷ്യോളജിക്ക് മറ്റ് സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ മറ്റ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുമായുള്ള ബന്ധം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധമാണ്. എക്കണോമിക്സ് എന്താണെന്ന് വൺ വേർഡിന് ചോദിക്കും. ഇങ്ങനെയാണ് ചോദിക്കുക: സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഡാഷ് എന്ന് എക്സാമിന് ചോദിക്കും. ഏതാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നത്? മറ്റൊന്നുമല്ല, എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രമാണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മുടെ ഈ സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധം. എന്തൊക്കെയാണ്? സാമ്പത്തിക ശാസ്ത്രം എന്താണ്? സമ്പത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാമ്പത്തിക ജീവിതത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ സോഷ്യോളജിയോ സമൂഹശാസ്ത്രമോ? സമൂഹശാസ്ത്രം മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെ പറ്റിയുള്ള വിഷയമാണ്. സാമ്പത്തിക ശാസ്ത്രം മനുഷ്യൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു. എന്നാൽ സമൂഹശാസ്ത്രമോ മനുഷ്യൻ്റെ എല്ലാവിധ പരസ്പര ബന്ധങ്ങൾക്കും പ്രാധാന്യമേകുന്നു. സമൂഹശാസ്ത്രം സമൂഹത്തിൻ്റെ പഠനമാണ്, എന്നാൽ സാമ്പത്തിക ശാസ്ത്രം സമ്പത്തിൻ്റെ പഠനമാണ്. അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. ഇനി അടുത്ത ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും. സമൂഹശാസ്ത്രം രാഷ്ട്രമീമാംസയും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗങ്ങൾ പെട്ടെന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഇത് ഈ ഹൈസ്കൂൾ അല്ലെങ്കിൽ ഈ ഹയർ സെക്കൻഡറിയിലോട്ടൊക്കെ എത്തുമ്പം സ്കൂളിലാണെങ്കിൽ പോലും പെട്ടെന്ന് പഠിപ്പിച്ചു പോകും. ടീച്ചർമാർക്കൊന്നും കുട്ടികൾ പഠിക്കണം എന്നൊന്നും അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ളൊരു മട്ടിലാണ് ടീച്ചർമാരൊക്കെ പോകുന്നത്. അങ്ങനെയാണ് ഞാനും നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പെട്ടെന്ന് പഠിപ്പിച്ചു പോകും. നമ്മൾ വേറെ എവിടെയും ശ്രദ്ധിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം വീഡിയോ ഞാൻ കുറേ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ ലെങ്തി കൂടും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇനി നമുക്ക് സമൂഹശാസ്ത്രം രാഷ്ട്രമീമാംസയും തമ്മിലുള്ള അല്ലെങ്കിൽ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ടെന്ന് കരുതുന്നു. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് സമൂഹശാസ്ത്രം. അതായത് സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണിത് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ രാഷ്ട്രമീമാംസയോ പൊളിറ്റിക്കൽ സയൻസ് ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഭരണം അല്ലെങ്കിൽ അധികാരത്തെ പറ്റിയുള്ളൊരു പഠനമാണിത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസും നിങ്ങൾക്ക് ഒരു പുതിയൊരു വിഷയം തന്നെയാണ്. എക്കണോമിക്സും നമുക്ക് പുതിയൊരു വിഷയമാണ്. അതേപോലെ തന്നെ ഈ സോഷ്യോളജിയും പുതിയ വിഷയമാണ്. ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾക്കാണ് സോഷ്യോളജി പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഗവൺമെൻറ്റിനകത്തുള്ള പ്രക്രിയകൾക്കാണ് നമ്മുടെ പൊളിറ്റിക്സ് പ്രാധാന്യമേകുന്നത്. ഗവൺമെൻറ്റിനകത്തുള്ള പ്രക്രിയകൾക്കാണ് പൊളിറ്റിക്സ് പ്രാധാന്യമേകുന്നത്. എന്നാൽ സോഷ്യോളജിയോ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. സമൂഹശാസ്ത്രം എല്ലാ തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. രാഷ്ട്രമീമാംസ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് രാഷ്ട്രമീമാംസ രാഷ്ട്രീയ ബന്ധങ്ങളെയും പൊളിറ്റിക്കൽ റിലേഷനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്നാൽ സോഷ്യോളജിയോ സോഷ്യൽ റിലേഷനെ പറ്റിയാണ് പഠിക്കുന്നത്. സാമൂഹ്യ ബന്ധങ്ങളെ പറ്റിയാണ് സോഷ്യോളജി പഠിക്കുന്നത്. ഇനിയോ സമൂഹശാസ്ത്രം
സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ എല്ലാ മാർഗങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. എന്നാൽ രാഷ്ട്രമീമാംസ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഈ ഡിഫറൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. എല്ലാവരുടെ ടെക്സ്റ്റിലും ഇത് തന്നെയായിരിക്കും. അങ്ങനെ പഠിക്കുക. നിങ്ങൾ ഉറപ്പായും ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്. സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി, സമൂഹശാസ്ത്രവും ചരിത്രവും. ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്നത് എന്താണ്? ഹിസ്റ്ററി കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. ഇന്നലെ വരെ നടന്ന കാര്യം എന്താണ്? ഹിസ്റ്ററിയാണ്. അതാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. എന്നാലോ ഈയിടെ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് നമ്മുടെ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കുന്നത്. കാര്യകാരണ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനാണ് നമ്മുടെ സോഷ്യോളജി പ്രാധാന്യമേകുന്നത്. എന്നാൽ ചരിത്രമോ രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും ചരിത്രത്തെപ്പറ്റി പഠിക്കുന്നു. ചരിത്രം എന്താണ്? മൂർത്തമായ അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്ന് പറയാം. മൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺക്രീറ്റ് വിശദാംശങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. അതായത് എന്താണ്? ഒരു കഴിഞ്ഞ കാര്യം അതിനെ നമുക്ക് ചിലപ്പം ഇത് സത്യമായി നടന്നൊരു കാര്യമാണോ എന്ന് പോലും അറിവില്ലായിരിക്കും. അങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. അപ്പം അതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ മെയിൻ പോയിൻറ്റ്സൊക്കെ നിങ്ങളൊന്ന് ചെറുതാക്കി പഠിച്ചാൽ മതി. ഇത്രയും തന്നെ പഠിക്കണമെന്നില്ല. ഇതിനെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പോയിൻറ്റ്സാക്കി എഴുതിയാൽ മതി. ഒരു 3-4 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധം. അടുത്തത് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ ഈ സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധവും പിന്നെ സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധമാണ്. എന്ന് വെച്ച് പൊളിറ്റിക്സും ഹിസ്റ്ററിയും ചോദിച്ചിട്ടില്ലെന്നല്ല, കൂടുതലും ഇക്കഴിഞ്ഞ എക്സാമിന് പോലും സോഷ്യോളജിയും സൈക്കോളജിയുമാണ് കേട്ടോ ചോദിക്കുന്നത്. സൈക്കോളജി എന്താണ്? മനുഷ്യ മനസ്സിൻ്റെ പഠനമാണെന്ത് മനഃശാസ്ത്രം അഥവാ സൈക്കോളജി എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിനെ കുറിച്ചാണ് അത് പഠിക്കുന്നത്. അത് മുഖ്യമായും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഒരു വ്യക്തിയെ പറ്റിയുള്ളൊരു വിഷയമാണ് നമ്മുടെ ഈ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഇവിടെ ഒരു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നുണ്ട്. മനഃശാസ്ത്രത്തിൻ്റെയും സമൂഹശാസ്ത്രത്തിൻ്റെയും പഠന മേഖലകൾ പലപ്പോഴും ഒന്നിച്ചു വരുന്നു. ഇതിൻ്റെ ഫലമായി രൂപം കൊണ്ടൊരു പ്രത്യേക പഠന മേഖലയാണിത് സാമൂഹിക മനഃശാസ്ത്രം, സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം ഇവിടെ കാണാം നിങ്ങൾക്ക്. എന്തൊക്കെയാണ്? സൈക്കോളജിയുടെ കേന്ദ്രബിന്ദു ആരാണ്? വ്യക്തിയാണ്, ഒരു പേഴ്സണാണ്. മനഃശാസ്ത്രത്തിൻ്റെ കേന്ദ്രബിന്ദു വ്യക്തിയാണ്. എന്നാൽ സമൂഹശാസ്ത്രം സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അതാണ് എഴുതേണ്ടത്. സമൂഹശാസ്ത്രം സാമൂഹ്യ പ്രക്രിയകളെ വിശകലനം ചെയ്യുമ്പോൾ ഈ സൈക്കോളജി എന്ത് ചെയ്യുന്നു? മാനസിക പ്രക്രിയകളെ, നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ പറ്റി പഠിക്കുന്നു. ഈ മനഃശാസ്ത്രം പരീക്ഷണ രീതിക്ക് പ്രാധാന്യം നൽകുന്നു. മനുഷ്യനെ അവർ പരീക്ഷിക്കുന്നുണ്ട്. പരീക്ഷണത്തിലൂടെ അവർ മനസ്സിനെ പറ്റി നല്ലോണം പഠിക്കുന്നുണ്ട് മനഃശാസ്ത്രജ്ഞർ. എന്നാലോ സമൂഹശാസ്ത്രജ്ഞരോ ഫീൽഡ് വർക്കിന് പ്രാധാന്യം നൽകുന്നു. ഈ ഫീൽഡ് വർക്ക്, ഇതിനെ സർവേ, ഇതൊന്നും നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഞെട്ടണ്ട. ഇതിനൊക്കെ പറ്റി നമ്മൾ 5th ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെ കൂടുതലായും മനസ്സിലാക്കും. അടുത്തത് സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള ബന്ധമാണ്. സമൂഹശാസ്ത്രവും നരവംശ ശാസ്ത്രവും തമ്മിലുള്ള ബന്ധമാണ്. മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് നരവംശശാസ്ത്രം. നരവംശശാസ്ത്രം സിമ്പിൾ സൊസൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ലളിത സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അത് എപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ്. ലളിത സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ഡാഷ് എന്ന് പറഞ്ഞ് തരും. ഏതാണ് ലളിത സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത്? നമ്മുടെ ആന്ത്രോപോളജി അഥവാ നരവംശശാസ്ത്രം. അപ്പം സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും ഇരട്ട സഹോദരികളാണെന്ന് A.L. ക്രോബർ അഭിപ്രായപ്പെടുന്നുണ്ട്. A.L. ക്രോബർ എന്ന ഒരു വ്യക്തി, ഒരു പേഴ്സൺ, സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും ഇരട്ട സഹോദരികളാണ്. അതായത് അവ തമ്മിൽ അടുത്തടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു. സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അവ തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ്? നരവംശശാസ്ത്രം പഠന വിഷയമാക്കുന്നത് പ്രാകൃത സമൂഹത്തെ പറ്റിയാണ്. അതായത് ലളിത സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു. എന്നാൽ സോഷ്യോളജിയോ സമകാലിക സമൂഹത്തെക്കുറിച്ച്, ആധുനിക സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു. പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് നമ്മുടെ ഈ ആന്ത്രോപോളജി നടക്കുന്നത്. എന്നാൽ സോഷ്യോളജിയിലോ സമൂഹത്തെ അടിസ്ഥാനമാക്കി പഠനം നടത്തുന്നു. നരവംശശാസ്ത്രം സമൂഹത്തെ മൊത്തമായി പഠിക്കുന്നു. എന്നാൽ സമൂഹത്തെ പ്രത്യേകമായി പഠിക്കാനാണ് നമ്മുടെ സോഷ്യോളജി ശ്രമിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള ബന്ധം? സോഷ്യോളജി ആധുനിക സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു. ആന്ത്രോപോളജി ലളിത സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു. ആന്ത്രോപോളജിയിൽ പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കി പഠിക്കുന്നു. എന്നാൽ സോഷ്യോളജിയിൽ സമൂഹത്തെ അടിസ്ഥാനമാക്കി പഠിക്കുന്നു.
നരവംശശാസ്ത്രം സമൂഹത്തെ മൊത്തമായി പഠിക്കുന്നു, എന്നാൽ സോഷ്യോളജി സമൂഹത്തെ പ്രത്യേകമായി എടുത്തെടുത്ത് പഠിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടി ഈ പാഠഭാഗം കഴിയുവാണ്. നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഇത് ടെക്സ്റ്റിൻ്റെ ബാക്കിൽ വരുന്ന ചോദ്യങ്ങളാണ് എന്ന് വെച്ച് ഇത് എക്സാമിന് ചോദിക്കില്ലെന്ന് നിങ്ങൾ കരുതണ്ട. ഇതേ ചോദ്യം തന്നെ നമ്മുടെ എക്സാം പേപ്പറിൽ കാണാറുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ ഞാൻ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ചിലതൊന്നും ചോദിക്കില്ല, നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ചിലതൊക്കെ ഒരു പ്രൊജക്റ്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് വരും. അതൊന്നും നിങ്ങൾ എക്സാമിന് വരുന്ന കരുതി പഠിക്കേണ്ട. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഫസ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. സമൂഹശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി? ആരാണ്? ഓപ്ഷൻ എ അഗസ്റ്റ് കോംതെ, ഓപ്ഷൻ ബി സി റൈറ്റ് മിൽസ്, ഓപ്ഷൻ സി കാൾ മാക്സ്, ഓപ്ഷൻ ഡി എമിൽ ദുർക്കൈം. ആരാണ്? അഗസ്റ്റ് കോംതെയാണ് സോഷ്യോളജിയുടെ പിതാവായി അറിയുന്നത്. അത് മറക്കരുത്, എന്തായാലും പഠിക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം. വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സി റൈറ്റ് മിൽസ് അവതരിപ്പിച്ച സിദ്ധാന്തം, അല്ലെങ്കിൽ എക്സാമിന് ഇങ്ങനെ ചോദിക്കും, സി റൈറ്റ് മിൽസിൻ്റെ പ്രശസ്തമായ സിദ്ധാന്തം ഏതാണ്? അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നം പൊതുപ്രശ്നത്തെയും കുറിച്ച് പഠിച്ചത് ആരാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സി റൈറ്റ് മിൽസ് അവതരിപ്പിച്ച സിദ്ധാന്തമാണെന്ത്? നമ്മുടെ സമൂഹശാസ്ത്രപരമായ ഭാവന, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അടുത്തത്, സ്വകാര്യ പ്രശ്നങ്ങൾക്കും പൊതുപ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തിനൊരു ഉദാഹരണം. ഇത് എക്സാമിന് ചോദിക്കാത്തൊരു ചോദ്യമാണ്, എന്നാലും നമുക്ക് നോക്കാം. ഏതാണ്? ഇന്ദിരാ ആവാസ് യോജനയാണ് സ്വകാര്യ പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ഉദാഹരണം. അടുത്ത ചോദ്യം. ആധുനിക പൂർവ്വ സമൂഹങ്ങളിലെ പ്രാകൃതിക പരിണാമത്തെക്കുറിച്ച് വിപ്ലവകരമായ സിദ്ധാന്തം അവതരിപ്പിച്ച പണ്ഡിതൻ ആരാണ്? ഓപ്ഷൻ എ അഗസ്റ്റ് കോംതെ, ഓപ്ഷൻ ബി എമിൽ ദുർക്കൈം, ഓപ്ഷൻ സി കാൾ മാക്സ്, ഓപ്ഷൻ ഡി ചാൾസ് ഡാർവിൻ. ആരാണ്? അഗസ്റ്റ് കോംതെയാണ്. ഈ ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കാറില്ല, എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം. യുക്തിചിന്തയ്ക്കും വ്യക്തിവാദത്തിനും ഊന്നൽ നൽകിയ ഒരു യൂറോപ്യൻ ദൈക്ഷണിക പ്രസ്ഥാനം ഏതാണ്? ജ്ഞാനോദയം, എൻലൈറ്റ്മെൻ്റ് ആണ്. അതും ചോദിക്കാറില്ല. അടുത്ത ചോദ്യം. മുതലാളിത്ത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മുതലാളിത്തത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലാഭമാണ് മുതലാളിത്തത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം. ഫാക്ടറികൾ പീഡനശാലകളാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് ആരാണ്? ഫാക്ടറികൾ പീഡനശാലകളാണെന്ന്. ഓപ്ഷൻസ് നോക്കാം. JS മിൽ, സി റൈറ്റ് മിൽസ്, കാൾ മാക്സ്, ആദം സ്മിത്ത്. ആരാണ് ഫാക്ടറികളെ പീഡനശാലകളെ കണ്ടത്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആരാണ്? കാൾ മാക്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി പറയുന്ന ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണെന്ത്? ഓപ്ഷൻ എ ഭൗതിക ശാസ്ത്രം, ഓപ്ഷൻ ബി സാമ്പത്തിക ശാസ്ത്രം, ഓപ്ഷൻ സി നരവംശശാസ്ത്രം, ഓപ്ഷൻ ഡി സമൂഹശാസ്ത്രം. ഏതാണ് സാധനങ്ങളുടെ സേവനങ്ങളുടെ ഉൽപ്പാദനം, വിതരണം എന്നിവയെക്കുറിച്ചുള്ള പഠനം? ഏതാണ്? സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ പാഠത്തിൽ നിന്ന് വരുന്ന വേറെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ചോദ്യം മാത്രമാണ് പറയുന്നത്, ഉത്തരം പറയുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത മേഖലകളിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. നിങ്ങൾ വീഡിയോ നന്നായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സങ്കല്പം കൊണ്ടുവന്ന സമൂഹശാസ്ത്രജ്ഞൻ ആരാണ്? വിശദീകരിക്കുക എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സമൂഹശാസ്ത്രത്തിൻ്റെ നിർമ്മിതിയെ അനേകം ദൈക്ഷണിക ആശയങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാമാണ്? ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സമൂഹശാസ്ത്രവും രാഷ്ട്രമീമാംസയും, അതായത് പൊളിറ്റിക്സും സോഷ്യോളജിയും തമ്മിലുള്ള പരസ്പര പ്രവർത്തനവും വൈരുദ്ധ്യങ്ങളും സൂചിപ്പിക്കുക. അതായത് അവർ രണ്ടും തമ്മിലുള്ള ബന്ധം. അടുത്ത ചോദ്യം. ചരിത്രകാരന്മാർ ഭൂതകാലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്, എന്നാൽ സമൂഹശാസ്ത്രത്തിന് വർത്തമാനകാലത്തിലാണ് താല്പര്യം. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ രണ്ട് വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനെക്കുറിച്ചുള്ള ബന്ധം, വ്യത്യാസങ്ങൾ വിശദീകരിക്കുക. അതായത് സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവയൊക്കെ തന്നെയാണ് ഈ പാഠത്തിൻ്റെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇനി നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് വേണ്ടതെന്ന് ചോദിക്കുക. വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക, ഉത്തരങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തി പഠിക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നോട്ട് തരാമെന്ന് വെച്ചാൽ അത്ര പോസിബിളായിട്ട് തോന്നാത്തത് കൊണ്ടാണ് തരാത്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി നമ്മൾ സോഷ്യോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് ഉടനെ വരും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ കുറേ സബ്ജക്ട്സ് ചെയ്യാനുണ്ട്. +1 ചെയ്യാനുണ്ട്, +2 ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ മെയിനായിട്ടും ക്ലാസ് ചെയ്യുന്നത്. ഈ സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്സ് ഇതൊക്കെ
സ്കൂളിലൊക്കെ എടുക്കുന്നത് പെട്ടെന്ന് എടുത്തു പോകും. ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഈ പൊളിറ്റിക്സൊക്കെ 2 ചാപ്റ്ററാണ് ഒരു ദിവസം തീർക്കുന്ന ടീച്ചർമാരൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് പഠിപ്പിക്കും. നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയും നോക്കിയിരിക്കാം എന്നൊരു കാഴ്ചപ്പാടിലാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഇത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, വീഡിയോ ലെങ്തി ആവും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം.